ബഹുമാനപ്പെട്ട അച്ഛൻ, പ്രിയ ഹെഡ് മാസ്റ്റർ ജോൺ കോശി സാർ, സൺഡേ സ്കൂൾ അധ്യാപകരെ, മാതാപിതാക്കളെ, സഹോദരികളെ, കൂട്ടുകാരെ, ഏവർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് കൂടൽ മാതൃമ സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഈ ദേവാലയത്തിൽ ആദ്യമായി നടത്തപ്പെടുന്ന ഈ കൺവെൻഷനിൽ എനിക്ക് വചന ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ജോൺ കോശി സാറിന്റെ നല്ല നേതൃത്വത്തിൽ ഈ സൺഡേ സ്കൂൾ വളരെ അനുഗ്രഹപ്രദമായി കടന്നുവരുന്നു. സമർപ്പിതരായ അധ്യാപകർ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമ്മുടെ ഈ ബാല്യത്തിൽ തന്നെ നമ്മെ ദൈവവചന ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുവരുവാൻ സൺഡേ സ്കൂൾ നമ്മെ വളരെയധികം സഹായിക്കുന്നുണ്ടെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ബാല്യത്തിന്റെ നടപ്പിനെ നിർമ്മലമാകുന്നത് അത് തന്നെ വചനത്താൽ അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ എന്ന വാക്യം നാം വളരെ മറക്കാതെ സൂക്ഷിക്കേണ്ട ഒരു വാക്യമാണ്. നാം വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വാക്യമാണത്. യേശുവിലേക്ക് വരിക, ഓരോ കുഞ്ഞുങ്ങളെയും യേശുവിലേക്ക് കൊണ്ടുവരിക എന്നതാണ് സൺഡേ സ്കൂളിന്റെ ഉദ്ദേശം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, യേശു ഏറ്റവും സ്നേഹിച്ചത് കുഞ്ഞുങ്ങളെയാണ്. അവർക്ക് വേണ്ടി അളവുകളില്ലാത്ത സ്നേഹവും വാത്സല്യവുമാണ് അവർ കാണിച്ചത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒരിക്കലും ഈ ലോകത്തിന്റെ തിന്മകളിൽപ്പെട്ട് നശിച്ചു പോകാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കണം. ദൈവത്തിന് കൊള്ളാവുന്ന നല്ല ജീവിതം നയിക്കുവാൻ നാം ഏറെ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സൺഡേ സ്കൂളിൽ പങ്കെടുക്കാത്ത കുറെ കൂട്ടുകാരുണ്ട്. അവരോട് എനിക്ക് പറയുവാനുള്ളത്, നാം ദൈവവചനം പഠിക്കുവാനുള്ള, നാം ദൈവവചനം കേൾക്കുവാനുള്ള അവസരങ്ങൾ നാം മുടക്കരുത്. കാരണം ദൈവവചനം നമ്മെ ശക്തീകരിക്കുന്നു, അത് നമ്മെ ശുദ്ധീകരിക്കുന്നു. ഒരു നല്ല ജീവിതം നയിക്കുവാനുള്ള മാർഗം ദൈവവചനം നമ്മെ കാണിച്ചു തരുന്നു. ദൈവത്തിൽ നമുക്ക് നൽകുവാൻ കഴിയുന്ന സന്തോഷവും സമാധാനവും ഈ ലോകത്തിൽ വേറെ ഒന്നിനും നമുക്ക് നൽകുവാൻ സാധിക്കത്തില്ല എന്നത് നാം ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 1 ശമൂവേൽ 3:9. യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. നമുക്ക് നമ്മുടെ തലകളെ മടക്കാം. ഒരു നിമിഷം ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. എന്റെ സർവ്വം നീക്കുള്ളവൻ, നീ എന്റെ സർവ്വം, എല്ലാത്തിലും ജീവനെ പേർക്കായി തന്നതിനാ, എന്റെ സർവ്വം, എല്ലാത്തിലും തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ, രുചിച്ചു നോക്കിയ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ, രുചിച്ചു നോക്കിയ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ നല്ല ദൈവമേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. മധുമ സൺഡേ സ്കൂളിന് വേണ്ടിയും ഇടവക സൺഡേ സ്കൂളിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന പ്രിയ അച്ഛന് വേണ്ടിയും ഹെഡ് മാസ്റ്റർ സാറിന് വേണ്ടിയും മറ്റ് അധ്യാപകർക്കും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്നെ ആശ്രയിച്ച് അവരെ ശുശ്രൂഷ ചെയ്യുവാൻ നീ അവരെ സഹായിക്കണമേ. നിന്റെ വചനം ധ്യാനിപ്പാൻ ഞങ്ങൾ ഒരുങ്ങുന്നു. ബലഹീനനായ അടിയന്തമായ വാക്കുകളും കേൾക്കുന്ന നിന്റെ മക്കളുടെ ഹൃദയങ്ങളിൽ ജ്ഞാനവും നീ നൽകി അവിടുത്തേക്ക് പ്രസാദകരമാക്കിയിരിക്കണമേ. ആമേൻ. ശമൂവേൽ പ്രവാചകനെ പറ്റി നമുക്ക് ഏവർക്കും അറിയാവുന്നതാണല്ലോ. എൽഖാനയുടെയും ഹന്നായുടെയും പുത്രനായാണ് ശമൂവേൽ ഈ ലോകത്തിൽ പിറക്കുന്നത്.
ശമൂവേൽ എന്ന് പറയുമ്പോൾ ഹന്നായുടെ നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് ഹന്നായ്ക്ക് ദൈവം കൊടുത്ത സമ്മാനമാണ് ശമൂവേൽ. അതുകൊണ്ട് ഹന്ന ദൈവകരങ്ങളിൽ ശമൂവേലിനെ ഫലമേൽപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ടെന്ന വാക്ക് തന്നെ ശമൂവേൽ എന്ന പദത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കളുടെ നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് ദൈവം തന്ന ഉത്തരമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്മാനം. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണോ എന്ന് സ്വയം ശോധന ചെയ്യേണ്ടതായിട്ടുണ്ട്. അവസാനത്തെ ന്യായാധിപനും പ്രവാചകന്മാരിൽ ആദ്യനുമായിരുന്നു ശമൂവേൽ. അന്നത്തെ കാലം എന്ന് പറയുമ്പോൾ, ഇസ്രായേലിന്റെ കാലം എന്ന് പറയുമ്പോൾ അതൊരു ഇരുണ്ട കാലഘട്ടമായിരുന്നു. ഏലിയുടെ കാലം എന്ന് പറയുമ്പോൾ അതൊരു ദുർലഭമായ കാലമാണെന്ന് വചനം പറയുന്നുണ്ട്. ആ കാലത്ത് ദർശനമൊന്നും അത്ര ഏറെ ഇല്ലായിരുന്നു. തന്റെ മക്കളെ നീതിയുടെയും നന്മയുടെയും പാതയിൽ അവരെ വളർത്തേണ്ട ഏലി അവിടെ പരാജയപ്പെട്ടുപോയി. അതിനാൽ ദൈവം ഏലിക്ക് നൽകിയ തന്റെ ചോദ്യത്തിന് ചെവി കൊടുക്കുന്ന, തന്നെ കേൾക്കുന്ന ഒരു ബാലനെ ദൈവം ഏലിക്ക് നൽകി. അതായിരുന്നു നമ്മുടെ ശമൂവേൽ ബാലൻ. പ്രിയമുള്ളവരെ, തന്റെ പുത്രന്മാരായ ഹൊഫ്നിയും ഫിനെഹാസിനെയും ദൈവത്തിന്റെ മാതാപിതാക്കളെ ശ്രദ്ധിക്കാതെ വളരുന്ന കുട്ടികളുടെ പ്രതികരണമായിരുന്നു. ഭവനത്തിൽ അക്ഷരത്തോടെ അവിടെ വളർത്തേണ്ട ഏലി അവിടെ പരാജയപ്പെട്ടു പോയി. അതിനാൽ അവർ ഇസ്രായേലിന് ആകമാനമായി ഒരു അപമാനത്തിന് കാരണമായി. മറ്റുള്ള എല്ലാവരേക്കാൾ തലയെടുപ്പോടെ നിൽക്കുന്ന കുറെ ആളുകളെ നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കും. സ്വർഗത്തിൽ നിന്ന് അഗ്നി പ്രാർത്ഥിച്ച് ഇറക്കിയവനാണ് ഏലിയാവ്. വിമോചനത്തിന് നേതൃത്വം നൽകിയവനാണ് മോശ. അവൻ വലിയവനായിരുന്നു. നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ പോലും അസാധാരണമായി പ്രവർത്തിക്കുന്ന കുറെ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ അവർ സാമൂഹികമായ തിന്മകളും ധാർമ്മികമായ പരാജയങ്ങളിലും അകപ്പെട്ടു പോകുകയാണ്. ദാവീദ് വലിയവനായിരുന്നു, പക്ഷെ ബത്ശബയുടെ പാപം അവനെ പരാജയപ്പെടുത്തിയിരുന്നു. യാക്കോബ് വലിയവനായിരുന്നു, പക്ഷേ അവൻ സഹോദരനെ ചതിച്ച് ജ്യേഷ്ഠാവകാശം കൈവശമാക്കിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ പ്രിയമുള്ളവരെ, നാം ഇവിടെ കാണുന്ന ശമൂവേൽ പ്രവാചകൻ ദൈവത്തിനോട് തന്റെ മരണം വരെ വിശ്വസ്തനായി കഴിയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വലിയ അത്ഭുതങ്ങളോ വീര്യപ്രവർത്തികളോ ഒന്നും അവൻ കാണിച്ചില്ലെങ്കിലും തന്റെ മരണം വരെ ദൈവത്തിനോട് വിശ്വസ്തനായി കഴിയുക എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. എന്നും ജീവിത വിശുദ്ധിയോടും നീതിയോടും ആധികാരികതയോടും കൂടെ അവനെ സൂക്ഷിക്കുവാൻ അവന് കഴിയും. പ്രിയമുള്ളവരെ, ഇതെല്ലാം നമ്മുടെ വെല്ലുവിളികളായി ഏറ്റെടുക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. ഒന്നാമതായി ഈ ശമൂവേൽ നമുക്ക് നൽകുന്ന ചിന്ത, ദൈവസ്വരം കേൾക്കുവാൻ പാകമായ കാതും അതിനെ സ്വീകരിക്കുവാൻ പാകമായ ഹൃദയവും നമുക്ക് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ദൈവസ്വരം കേൾക്കുവാൻ പാകമായ കാതാണ് നമ്മുടേത്. ദൈവസ്വരം സ്വീകരിക്കുവാൻ പാകമായ ഹൃദയമാണോ നമ്മുടേത് എന്നത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ആദ്യമായി ശമൂവേലിനെ വിളിക്കുന്നത് അത് ദൈവം തന്നെയായിരുന്നു. പക്ഷേ അവനത് മനസ്സിലായില്ല. കാരണം ആ ശബ്ദം, ആ സ്വരം അവന് പരിചിതമല്ലായിരുന്നു. ഏലി അവനെ സഹായിച്ചപ്പോൾ, ദൈവം അവനെ വീണ്ടും വിളിച്ചപ്പോൾ, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് ശമൂവേൽ പ്രവാചകൻ ദൈവത്തിനോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സ്വരത്തെ നമുക്ക് പരിചിതമല്ലെങ്കിൽ അത് നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകരോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പക്ഷെ ദൈവത്തിന്റെ സ്വരം മനസ്സിലാക്കണമെങ്കിൽ അത് ദൈവവുമായുള്ള നല്ല ബന്ധത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ. യജമാനന്റെ കൽപ്പന കേൾക്കുവാനുള്ള മനസ്സോടെയാണ് ശമൂവേൽ പ്രവാചകൻ ദൈവത്തെ കേൾക്കുന്നത്. ദൈവത്തെ അറിയുക, ദൈവത്തിന്റെ സ്വരത്തെ മനസ്സിലാക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമായി ഏറ്റെടുക്കേണ്ടത് വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. ദൈവവുമായുള്ള ആശയവിനിമയമായ പ്രാർത്ഥന നാം എന്നും പരിശീലിക്കണം. അനുസരിക്കാനുള്ള മനസ്സോടെ ദൈവത്തിന്റെ സ്വരത്തിനായി കാത്തുവാൻ നമുക്ക് സാധിക്കും.
യോന ദൈവത്തിന്റെ സ്വരത്തെ കേട്ടു, പക്ഷെ അവൻ ദൈവം പറഞ്ഞതിന് വിരോധമായി പ്രവർത്തിച്ചു. പക്ഷെ നാം ഇവിടെ കാണുന്ന ശമൂവേൽ പ്രവാചകൻ ദൈവം പറഞ്ഞത് അതുപോലെ അനുസരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നാം നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കുന്നവരാണോ? നാം നമ്മുടെ മുതിർന്നവരെ അനുസരിക്കുന്നവരാണോ? നാം നമ്മുടെ അധ്യാപകരെ അനുസരിക്കുന്നവരാണോ? ഇല്ലെങ്കിൽ അവരെ അനുസരിക്കുവാൻ നാം പഠിക്കേണ്ടത് വളരെയധികം ആവശ്യമായ ഒരു കാര്യമാണ്. രണ്ടാമതായി, ജീവിത അവസാനം വരെ ദൈവത്തിനോട് കൂടെ നടക്കുവാനുള്ള സമർപ്പണമുള്ളവരാണ് നാം. ക്രിസ്ത്യൻ ലൈഫ് ഇസ് എ ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് വിത്ത് ഗോഡ് എന്നാണ് പറയുക. ഒരു ക്രിസ്തീയ ജീവിതം ക്രിസ്തുവുമായുള്ള ആജീവനാന്ത സമർപ്പണമാണ്. ശമൂവേൽ പ്രവാചകന് ഒരു ധാർമ്മിക ചുതിയും സംഭവിക്കാതെ ആയുഷ്കാലം മുഴുവൻ ദൈവത്തിനോട് വിശ്വസ്തനായി ദൈവത്തെ പിൻപറ്റുവാൻ ശമൂവേൽ പ്രവാചകന് കഴിഞ്ഞു. നാം ഹാനോക്കിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഹാനോക്ക് നിഷ്കളങ്കനായിരുന്നു, ഹാനോക്ക് നീതിമാനായിരുന്നു. അവന് ദൈവത്തിന് കൂടെ നടക്കുവാൻ സാധിച്ചു. പ്രിയമുള്ളവരെ, നാം നമ്മുടെ സ്വഭാവങ്ങളെ വളരെയധികം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. Character is what when you are in the dark എന്നാണ് പറയുക. നാം തനിയെ ഇരിക്കുമ്പോൾ നാം ആര്, നാം എന്ത്, അതിനാണ് നാം പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മുടെ സ്വഭാവത്തെ നാം വളരെയധികം നല്ലതായി സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സ്വഭാവത്തെ നാം വളരെ നല്ലതായി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. മദ്യപാനം, മയക്കുമരുന്നിനും ലൈംഗിക ആസക്തികൾക്കും പിന്നാലെ പോകുന്ന ലോകത്താണ് ജീവിക്കുന്നത്. ഓരോ ദിവസങ്ങളിലും എത്ര കുട്ടികളാണ് ഇതിലൊക്കെ അടിമപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തിന്റെ കൃപയോടുകൂടെ ദൈവത്തിന്റെ വിശ്വസ്തതയോടുകൂടെ നാം സമർപ്പണമുള്ളവരായി ഇതിനൊന്നും അടിമപ്പെട്ടു പോകാതെ നമ്മുടെ ജീവിതത്തെ ജാഗ്രതയോടെ സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. ഞാൻ ഈ പാപം ചെയ്ത് ദൈവത്തിനോട് ദോഷം ചെയ്യുകയില്ല എന്ന് പറയുന്ന യോസഫ് എത്ര മാതൃകയാണ് നമ്മോട് കാണിക്കുന്നത്. ദൈവം നമ്മെ പേർച്ചൊല്ലിയെ വിളിക്കും. ദൈവം ശമൂവേലിനെ പേർച്ചൊല്ലിയാണ് വിളിക്കുന്നത്. ദൈവം നമ്മെ വ്യക്തിപരമായി ദൈവത്തിന് ഓരോരുത്തരെയും നമ്മെ അറിയാം. ദൈവം മുതിർന്നവരെ മാത്രമല്ല, ദൈവം കുട്ടികളെ വിളിക്കുന്ന ഒരാളാണ്. ദൈവം നമ്മെ പേർച്ചൊല്ലിയെ വിളിക്കൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവന്റെ സ്വരത്തിനായി കാതോർക്കുവാൻ നാം സാധിക്കണം. ഒരു സമർപ്പണമുള്ളവരായി അവൻ പേർച്ചൊല്ലി വിളിക്കുന്ന ശബ്ദത്തിനായി കാതോർക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമതായി, ശമൂവേൽ പ്രവാചകൻ നമുക്ക് നൽകുന്ന ചിന്ത, ഒരു നല്ല അടിസ്ഥാനമുള്ള അനുഗ്രഹീത ജീവിതം പണിയേണ്ടത് ആവശ്യമാണ്. ശമൂവേലിന് വലിയവനാകാൻ കഴിഞ്ഞത് അത് ദൈവത്തിന്റെ ശബ്ദം അവന് കേട്ടത് കൊണ്ടാണെന്നാണ് വചനം പറയുന്നത്. ദൈവത്തിന്റെ വലിയ മനുഷ്യനാകുവാൻ തക്കവണ്ണമുള്ള സ്വഭാവ സവിശേഷതകൾ സ്വീകരിച്ചാണ് ശമൂവേൽ തന്നെ വളർത്തുന്നത്. ദൈവത്തിന്റെ അരുളപ്പാട് തനിക്ക് ഉണ്ടായതറിഞ്ഞ് ശമൂവേൽ പ്രവാചകൻ ശമൂവേലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ദൈവം നിന്നോട് പറഞ്ഞത്? നീ ഒന്നും മറച്ചു വെക്കാതെ നീ എന്നോട് പറയണം എന്ന ശമൂവേലിനോട് പറഞ്ഞപ്പോൾ അവനൊന്നും മറച്ചു വെക്കാതെ എന്താണ് സംഭവിച്ചതെന്ന് ഏലിയോട് പറഞ്ഞു. ദൈവസത്യങ്ങൾ മറ്റുള്ളവരോട് പറയുക എന്നത് അവന്റെ ഒരു സ്വഭാവമായിരുന്നു. 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ. അവന്റെ വചനങ്ങളൊന്നും നിഷ്ഫലമാക്കുവാൻ അവന് കഴിഞ്ഞില്ല. ദാൻ മുതൽ ബേർശേബ വരെയുള്ള സകല ഇസ്രായേൽ ലോകം മുഴുവൻ അവനെ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്നാണ് വിളിച്ചത്. പ്രിയമുള്ളവരെ, എന്നും ദൈവത്തിനോടുള്ള വിശ്വസ്തയോടെ ദൈവസത്യങ്ങൾ മറ്റുള്ളവരോട് പറയുക എന്നത് ഒരു ശ്രേഷ്ഠമായ കാര്യമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തെ കേൾക്കുക മാത്രമല്ല, ദൈവത്തിന്റെ അളവുകളില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാനും നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, നാം ഈ കാലഘട്ടങ്ങളിൽ നാം നമ്മുടെ ശത്രുക്കളോട് ദൈവത്തിനെ കുറിച്ച് പറയാറുണ്ടോ? നാം നമ്മുടെ സുഹൃത്തുക്കളോട് നാം ദൈവത്തിനെ കുറിച്ച് പറയാറുണ്ടോ? ഇല്ലെങ്കിൽ നാം ദൈവത്തിനെ കുറിച്ച് പറയുവാൻ നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. ശമൂവേൽ ഏലിയോട് പറഞ്ഞതുപോലെ സത്യം പറയുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. നാം നമ്മുടെ മാതാപിതാക്കളോട് സത്യം പറയുന്നവരാണോ? നാം
ദൈവത്തിന്റെ മക്കളായിരിക്കെ ഒരിക്കലും നമ്മുടെ നാവ് കള്ളം പറയുവാനായി നാം ഉപയോഗിക്കരുത്. പ്രിയമുള്ളവരെ, ദൈവം ഒറ്റ ദിനം കൊണ്ടല്ല ശമൂവേലിനെ രൂപപ്പെടുത്തിയത്. അതൊരു പടിപടിയായ വളർച്ചയായിരുന്നു. നമ്മുടെ ലോകത്തിന്റെ മനോഹരമായ ഒരു കാര്യമാണ് വളർച്ച എന്ന പ്രതിഭാസം. പ്രിയമുള്ളവരെ, മക്കളുടെ വളർച്ച കണ്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന മാതാപിതാക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന്റെ കുഞ്ഞാണ് ശമൂവേൽ. അതുകൊണ്ട് ദൈവം അവനെ പടിപടിയായി ഉയർത്തി ന്യായാധിപനായും പ്രവാചകനായും അവനെ മാറ്റുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ശമൂവേൽ പ്രവാചകൻ ശാരീരികമായി മാത്രമല്ല വളർന്നത്, അവൻ ആത്മീയമായും സാമൂഹികമായും അവന് വളരുവാൻ സാധിച്ചു. പ്രിയമുള്ളവരെ, നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്. നാം ആത്മാർത്ഥമായി കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവരാണോ നാം എന്ന് നാം സ്വയം ചിന്തിക്കേണ്ടതായിട്ടൊരു കാര്യമാണ്. ശമൂവേൽ പ്രവാചകന് 4 തലങ്ങളിലുള്ള വളർച്ചയായിരുന്നു. ഒന്നാമതായി, അവൻ ദൈവത്തിൽ വളർന്നു. ശമൂവേൽ പ്രവാചകൻ ദൈവത്തിലാണ് വളരുന്നത്. നമ്മുടെ യേശു ക്രിസ്തു എന്നും ദേവാലയത്തിൽ സംബന്ധിച്ചിരുന്ന ഒരാളായിരുന്നു. ഹന്നായുടെ നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് ദൈവം ഹന്നായ്ക്ക് കൊടുത്ത ഒരു സമ്മാനമാണ് ശമൂവേൽ പ്രവാചകൻ. അതുകൊണ്ട് ശമൂവേലിനെ ഹന്ന ദൈവാലയത്തിൽ വരവേൽപ്പിച്ചു. പ്രിയമുള്ളവരെ, നാം നമ്മുടെ ദൈവാലയ ബന്ധം എങ്ങനെയുണ്ടെന്ന് നാം നോക്കേണ്ട ഒരു കാര്യമാണ്. സൺഡേ സ്കൂളിനെ മാത്രം കാര്യമായി എടുത്ത് ദൈവാലയ ആരാധനയെ കാര്യമായി എടുക്കാതെ അതിനെ മുടക്കുന്ന കുറേ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. എനിക്ക് അവരോട് പറയുവാനുള്ളത്, നാം ഒരിക്കലും ദേവാലയ ആരാധന മുടക്കരുത്. കാരണം ദേവാലയ ആരാധന എന്ന് പറയുമ്പോൾ, ദൈവാലയം എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ ഒരു സമൂഹമാണ്. അത് ദൈവ സമൂഹത്തിന്റെ ഒരു കൂട്ടായ്മയാണ്. അത് ദൈവത്തിന്റെ ഒരു കുടുംബമാണ്. അതുകൊണ്ട് നാം ദേവാലയ ആരാധനയെ ഒരിക്കലും മുടക്കുവാൻ നമുക്ക് സാധിക്കരുത്. ദേവാലയ ആരാധനയ്ക്ക് നമ്മുടെ പങ്കാളിത്തം കാണിക്കുവാൻ നാം ഒരിക്കലും ദേവാലയത്തിൽ പോകരുത്. ദേവാലയ ആരാധനയെ നാം വളരെ കാര്യമായി എടുത്തു വേണം നാം ദേവാലയ ആരാധനയ്ക്ക് പങ്കുചേരുവാൻ. രണ്ടാമതായി, അവന്റെ വളർച്ചയിലെ ഒരു ഘട്ടമായിരുന്നു അവൻ ദൈവദൃഷ്ടി വളർന്നു. ദൈവം തന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് സ്വർഗത്തിൽ നിന്ന് നോക്കുന്നതായി വചനം പറയുന്നുണ്ട്. നമ്മെ നിരന്തരമായി നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ ദൈവം. നമ്മുടെ മാതാപിതാക്കൾ അവിടെ കൈ വളർത്തുന്നുണ്ടോ, കാൽ വളർത്തുന്നുണ്ടോ എന്ന് സമൂഹം ശ്രദ്ധിക്കുന്നത് പോലെ നമ്മുടെ മാതാപിതാക്കൾ അവരുടെ മക്കളുടെ വളർച്ച കണ്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നവരാണെങ്കിൽ നമ്മുടെ ദൈവം നമ്മുടെ വളർച്ചയെ വളരെ കാര്യമായി എടുക്കുന്ന ഒരാളാണ്. നമ്മുടെ ദൈവം നമ്മുടെ വളർച്ചയോട് നമ്മോട് കൂടെ നിന്ന് ദൈവം നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എന്നും നമ്മളെ വളർത്തുമ്പോൾ കർത്താവിന്റെ അടിസ്ഥാനത്തിൽ നമ്മെ വളർത്തേണ്ടത് ആവശ്യമായ ഒരു കാര്യമാണ്. മൂന്നാമതായി, അവന്റെ വളർച്ചയിലെ ഒരു ഘട്ടമായിരുന്നു അവൻ ദൈവകൃപയിൽ വളർന്നു. ശമൂവേൽ പ്രവാചകൻ ദൈവകൃപയിലാണ് വളരുന്നത്. നമ്മുടെ യേശു ക്രിസ്തു ദൈവകൃപയിലും മനുഷ്യരുടെ പ്രീതിയിലുമാണ് യേശു ക്രിസ്തു വളരുന്നത്. ഹന്നാന്റെ പ്രാർത്ഥനയ്ക്ക് ലഭിച്ച പുത്രനാണ് ശമൂവേൽ. അതുകൊണ്ട് ശമൂവേലിനെ ദൈവത്തിൽ ഹന്ന വരവേൽപ്പിച്ചു. ദൈവം അവനെ ദൈവത്തിന്റെ കൃപയിൽ അവനെ വളർത്തി. അവനെ ന്യായാധിപനായും പ്രവാചകനായും അവനെ മാറ്റിത്തീർത്തു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം നമ്മെ തന്നെ നാം ദൈവകരങ്ങളിൽ വരവേൽപ്പിച്ചാൽ അവൻ അവന്റെ കൃപയോടെ നമ്മളെ വളർത്തി അവൻ നമ്മെ അനുഗ്രഹപ്രദമാക്കും. അതുകൊണ്ട് എന്നും ദയയോടും കരുണയോടും ദീനാനുകമ്പയിലും ക്ഷമയോടും കൂടെ നമ്മെ വളർത്തേണ്ടത് വളരെയധികം ആവശ്യമായ ഒരു കാര്യമാണ്. നാലാമതായി, അവന്റെ വളർച്ചയിലെ ഒരു ഘട്ടം, ഇതവന്റെ അവസാനത്തെ ഘട്ടമായിരുന്നു. അവൻ ദൈവ ശുശ്രൂഷയിൽ വളർന്നു. നമ്മുടെ ദൈവം വളരെ കാര്യമായി എടുത്ത ഒരു ശുശ്രൂഷയാണ് ശിശുക്കളുടെ ശുശ്രൂഷ. ശിശുക്കളുടെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവം വളരെ കാര്യമായി എടുത്ത് സന്തോഷിക്കുന്ന ഒന്നാണ്. പ്രിയമുള്ളവരെ, നാം 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന കഥ കേൾക്കുമ്പോൾ തന്റെ കർത്താവിന് തന്റെ ശിഷ്യനായ ഫിലിപ്പോസിന് പോലും കർത്താവിനെ സഹായിക്കുവാൻ കഴിയില്ല. അവിടെ ഉണ്ടായിരുന്ന ചെറു ബാലകന് മാത്രമേ
നിന്റെ കുഷ്ഠരോഗത്തിൽ നിന്ന് നിനക്ക് വിടുതൽ കിട്ടും എന്ന് നയമാനോട് പറഞ്ഞ് ബാല്യക്കാരി പെൺകുട്ടി നയമാനെ സഹായിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സഹായം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ ശുശ്രൂഷയാണ്. പ്രിയമുള്ളവരെ, നാം യിരെമ്യാവിന്റെ കഥ കേൾക്കുമ്പോൾ യിരെമ്യാവിനെ ദൈവം ശുശ്രൂഷയിൽ വിളിക്കുമ്പോൾ അവനൊരു ബാലനായിരുന്നു. അന്ന് അവൻ ദൈവത്തിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ബാലനല്ലോ. പ്രിയമുള്ളവരെ, നാം എത്ര ചെറുതായാലും അതിലൊന്നും കാര്യമില്ല. അവന്റെ ശുശ്രൂഷ ചെയ്യുന്ന സമയമാകുമ്പോൾ അവൻ നമ്മെ വിളിക്കും. നാം ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് കർത്താവിന് വേണ്ടിയാകണം. ഒരിക്കലും മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നാം ശുശ്രൂഷ ചെയ്യരുത്. പ്രിയമുള്ളവരെ, നാം മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരെങ്കിൽ ഞാൻ കർത്താവിന്റെ ദാസനാകില്ല എന്ന് ഗലാത്യർ 1:10 പറയുന്നുണ്ട്. ശമൂവേൽ പ്രവാചകൻ ദൈവത്തിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. അടിയൻ എന്ന വാക്കിലൂടെ തന്നെ ശമൂവേൽ പ്രവാചകൻ ദൈവത്തിന്റെ ദാസനായാണ് സംബോധന ചെയ്യുന്നത്. അപ്പോസ്തലനായ പൗലോസ് തന്നെ പരിചയപ്പെടുത്തുന്നത് ദൈവത്തിന്റെ ദാസനായാണ്. കന്യകമറിയാമ കർത്താവിനോട് പറയുന്ന വാക്ക് കേട്ടാൽ നമുക്ക് അറിയുവാൻ സാധിക്കും, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ദാസനായി അവന്റെ ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ദാസനായി എന്നും ശുശ്രൂഷ ചെയ്യുവാൻ, നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. പ്രിയമുള്ളവരെ, നാം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. ഹന്ന തന്റെ മകനെ ദൈവകരങ്ങളിൽ വരവേൽപ്പിച്ചതുപോലെ നമ്മുടെ മാതാപിതാക്കൾ അവരുടെ മക്കളെ ദൈവകരങ്ങളിൽ വരവേൽപ്പിക്കുവാൻ മനസ്സുള്ളവരാണ്. നമ്മുടെ മാതാപിതാക്കൾ എന്തൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാറുള്ളത്? നാം എന്തെങ്കിലും ഇതുവരെ നമ്മുടെ കർത്താവിന് വേണ്ടി നൽകാറുണ്ടോ? ഞാൻ എൻ്റെ മാതാപിതാക്കൾക്കായി സ്തുതിക്കുന്നു. കാരണം അവരെനിക്ക് നൽകുന്ന ദൈവിക പരിശീലനങ്ങൾക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നാം ഒന്ന് ഓർക്കണം, നമുക്കുള്ളതെല്ലാം അത് ദൈവത്തിൻ്റെ ഒരു വകയാണ്. നമ്മുടെ ഭാവി, നമ്മുടെ ജോലി, നമ്മുടെ ചിന്ത, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ഇന്നലെകൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ഭൗതിക സമ്പത്തുകൾ, നമ്മുടെ സമയം, ഇത് നമ്മുടെ മക്കൾ, ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു വകയാണ്. അതുകൊണ്ട് ഹന്ന തൻ്റെ മകനെ ദൈവകരങ്ങളിൽ പരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഉള്ളതൊക്കെ ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. നാം പാടാറുള്ള ഒരു പാട്ടുണ്ടല്ലോ, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിരുന്നു സ്നേഹമോടെ. ഞാൻ മാർട്ടിൻ ലൂതർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എന്തൊക്കെ എൻ്റെ ദൈവകരങ്ങളിൽ പരമേൽപ്പിച്ചു അതെല്ലാം ഇപ്പോഴും ബന്ധമായിട്ടുണ്ട്. നമ്മുടെ മക്കളെ നാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി നാം അവരെ പരമേൽപ്പിച്ചാൽ ദൈവം അവരെ ഒരു നാളും കൈവിടുന്നില്ല. അവൻ്റെ മഹത്വത്തിനായി അവൻ ഉപയോഗിക്കും, അവൻ ഉയർത്തും. അതുകൊണ്ട് നമ്മുടെ മക്കളെ ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ മാതാപിതാക്കൾ ദൈവത്തിനെ അന്വേഷിക്കുന്നവരാണെങ്കിൽ നമ്മുടെ മക്കളും ദൈവത്തിനെ അന്വേഷിക്കുന്നവരാകും. പ്രിയമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കളുടെ ദൈവം നമ്മുടെ ദൈവമാണെന്ന് സാക്ഷ്യം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. ദൈവമേ, എന്നും നിന്റെ ശുശ്രൂഷക്കാരായി നിലകൊള്ളുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ സ്വരം കേൾക്കുവാൻ ഭാഗമായ ഭാഗം, നിന്റെ സ്വരം സ്വീകരിക്കുവാൻ ഭാഗമായ ഹൃദയവും എനിക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ജീവിത അവസാനം വരെ നിന്നോട് കൂടെ നടക്കുവാനുള്ള സമർപ്പണമുള്ളവരായി എന്നെ നീ മാറ്റണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, നല്ല അടിസ്ഥാനമുള്ള അനുഗ്രഹീത ജീവിതം പണിയുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കണം. നമ്മുടെ ജീവിതം അത് ദൈവം തന്ന ജീവിതമാണ്. എന്നും അവരുടെ ശുശ്രൂഷക്കാരനായി നമുക്ക് അവരെ മഹത്വപ്പെടുത്താം. ദൈവമേ, ഇന്നു മുതൽ ഞാൻ എൻ്റെ ശുശ്രൂഷക്കാരനായി എൻ്റെ വേലയ്ക്കായി എന്നെ നീ മാറ്റി തീർക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് സമർപ്പിക്കാം. ദൈവമേ, ഇന്നു മുതൽ എൻ്റെ ശുശ്രൂഷക്കാരനായി എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് സമർപ്പിക്കാം. യേശുവേ, ഒരു ജീവിതം
ദൈവമേ, നിന്റെ സ്വരം എന്നെ കേൾക്കുവാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മരിച്ചവരെ ഉയർ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാൻ സ്നേഹപിതാവായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ നിരന്തരം വിളിക്കുന്ന ദൈവമാകിയ സ്തോത്രം. മറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ട, നിന്റെ ഒരു വാക്ക് മാത്രം ഞങ്ങളുടെ മതി. യേശുവേ, ഞങ്ങളുടെ പ്രിയനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലൂടെ ലോകത്തെ ഒരുപാടുള്ള ഭാഗ്യം ഞങ്ങളുടെ നൽകിയ സ്തോത്രം. കർത്താവേ, നിന്റെ കാഴ്ചപ്പാടുകളെ പിന്തുടരുവാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല മാതൃകയാകുവാനും ദൈവത്തിലൂടെ നല്ല ഗർഭവിചാരകരാകുവാനും അടികളെല്ലാവരെയും സഹായിക്കണം. ആയിരം പുരോഹിതൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അവനെ ദൈവം വിളിച്ചാൽ ചെയ്യണമേ, അടിയൻ കേൾക്കുമെന്ന് പറഞ്ഞവരെ പരിശീലിപ്പിക്കുവാനും ദൈവത്തിൻ്റെ സ്വരത്തെ തിരിച്ചറിയുവാനുള്ള കൃപ പറഞ്ഞു കൊടുക്കുവാനും കഴിയുന്നതായ നമ്മളെല്ലാവരെയും സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ 2 ദിവസങ്ങളിൽ ശുശ്രൂഷ ഞങ്ങൾക്ക് എല്ലാവർക്കായി സ്തോത്രം. ഞങ്ങൾക്ക് നൽകിയ വിലപ്പെട്ട സമ്മാനങ്ങളാണ്. കർത്താവെ, അലറുന്ന സിംഹമെന്ന പോലെ ശത്രു ചുറ്റിത്തിരിയുന്ന ലോകത്തിൽ ജീവിക്കുന്നത് ഭീമതയിൽപ്പറ്റുന്ന കുഞ്ഞുങ്ങളെ കാണണം. ഒരു ശത്രുപോലും അവരെ കാണരുത്. ലോകത്തിലെ ക്രാന്തികളിലോ വീഴരുത്. വചനത്തിൻ്റെ വെളിച്ചത്തിലൂടെ സഞ്ചരിക്കാൻ നിരന്തരം ദൃഷ്ടി വെച്ച് കർത്താവെ, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും കാണണം. നമ്മുടെ സൺഡേ സ്കൂളിനായി സ്തോത്രം. വ്യാപകമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ദീർഘവിചാരകരായി വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്യണം. അവരെല്ലാവരെയും പ്രാർത്ഥനകളാണ്. ഇടവകയെ അനുഗ്രഹിക്കണം. ദൈവമേ, ഈ കുടുംബത്തിൻ്റെ മണലിലാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞത്. ഇടവകത്തിനുള്ള പ്രാർത്ഥന ദൈവമേ, ഞങ്ങളുടെ കൂടുതൽ ഇടവക തലമുറ കൈമാറി ഞങ്ങളെ ദൈവത്തെ തുറയ്ക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പറയുവാൻ